റിതം യുഎസ്എയുടെ ഇവിടെയുമുണ്ട് താരങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ സെഗ്മെൻറ്റിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീ പന്തളം ബാലന് സ്വാഗതം. നമസ്കാരം. മിസ്റ്റർ ബാലൻ, ഈ പന്തളം ബാലൻ എന്നുള്ള പേര് വരാനുള്ള കാരണം പന്തളംകാരനായതുകൊണ്ടാണോ? പന്തളത്താണ് ജനനം. സംഗീതത്തിൽ എവിടെ വരെ പഠിച്ചു? സംഗീതത്തിന് ഉണ്ടല്ലോ ഈ ബിരുദങ്ങൾ. അതെ അതെ. ഒന്ന് ഗാനഭൂഷണം, ഒന്ന് ഗാനപ്രവീണൻ. ഞാൻ ഗാനപ്രവീണനായി കഴിഞ്ഞു. പിന്നെ ഈ കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് തന്നെ എനിക്കൊരു വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ അന്ന് വരെ ഒന്നും പ്രൊഫഷണലായിട്ടൊന്നും എങ്ങും പാടിയിട്ടൊന്നുമില്ല. ഒരു മത്സരത്തിനോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എനിക്ക് സിനിമാ പാട്ട് എന്ന് പറയുന്നത് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ മ്യൂസിക് കോളേജിൽ അന്ന് SFI എന്ന് പറയുന്ന സംഘടനയുടെ സംസ്കാര എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഇയറിൻ്റെ റെപ്പായിട്ട് എന്നെ പാടാൻ അവർ സെലക്ട് ചെയ്യും. അപ്പം ഞാനങ്ങനെ മറഞ്ഞു വെക്കുന്നത് പാടുന്ന അവർ കേട്ടൊരു അങ്ങനെ ആയിരിക്കും അവർ. പക്ഷെ അന്ന് MS വിശ്വനാഥൻ്റെ ഒരു ഓണ കാസറ്റ് ഇറങ്ങിയായിരുന്നു. അതിനകത്ത് ഓണപ്പൂവേ ഓമൽ പൂവേ പൂങ്കൊതിയൻ വണ്ടിനു തേനും മാവേലിക്കുയിരു നൽകും സർവസദാത്തി സൗവർണഗാത്രി നീയൻ മനസ്സുണർത്തിപ്പൂവേ നീയൻ മനസ്സുണർത്തി ഈ പാട്ട് പാടുകയും ഇതിനോട് അന്ന് ഈ മ്യൂസിക് കോളേജിലെ കോമ്പറ്റീഷനും കൂടെ ഉള്ള സമയമായിരുന്നു. മുരളി സിത്താര എന്ന് പറയുന്ന സംവിധായകൻ അവിടെ ഈ പാട്ട് കേൾക്കുകയും അദ്ദേഹം വഴി എനിക്ക് ആദ്യമായി ഞാൻ ഗാനമേളയ്ക്ക് പാടുന്നത് സിത്താര എന്ന് പറയുന്ന ട്രൂപ്പിലാണ്. അപ്പം ഈ സിത്താരയിൽ തുടങ്ങി അന്ന് ഈ ഗാനമേളയുടെ ക്രൈസ് ആയതുകൊണ്ട് ഈ ഗാനമേളയ്ക്കൊപ്പം തന്നെ ശാസ്ത്രീയ സംഗീത പഠനവും ഞാൻ ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു. ശരി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രാഗം അല്ലെങ്കിൽ ഒരു കീർത്തനമോ ക്ലാസിക്കലായിട്ട് പഠിച്ച ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാമോ? ഞാൻ എപ്പോഴും ഈ കുറച്ച് ലൈറ്റായിട്ടുള്ള ഞാൻ കച്ചേരി ആ തരത്തിലാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. സരിഗമ പദനി സ ഈ രാഗം ശുഭബന്ധുരാളി, ഈ രാഗം തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. പന്തളം ബാലൻ എന്ന ടൈറ്റില് എനിക്ക് ഏറെ നേടിത്തന്ന ഒരു ഗാനമുണ്ട്. ഏഷ്യാനെറ്റിലെ പ്രേക്ഷകർ ഒരുപാട് പ്രാവശ്യം ആ ഗാനം ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ശ്രീ രവീന്ദ്രന് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഭരതം എന്ന ചിത്രത്തിലെ രാമകഥ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഗാനം ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായും. സ്വരസ്ഥാനങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ച